Hello friends, welcome to Healthy Yummy Bite. I'm Susan. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. നല്ല ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. എത്ര കഴിച്ചാലും മതി വരാത്ത പപ്പയ കൊണ്ടുള്ള ഒരു നല്ല സ്വീറ്റ്. ഈ പപ്പയ ഹൽവ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഫുള്ളായി കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. ഒരു പപ്പായയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം പഴുക്കാത്ത പപ്പായ ആണ് വേണ്ടത്. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും തീർച്ച. അത്രയ്ക്ക് രുചിയാണിത്. ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന പപ്പയ ഹൽവ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. ഇതെല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. നമ്മുടെ പപ്പയ ഗ്രേറ്റ് ചെയ്തതിൽ 1.5 കപ്പുണ്ട്. 1.5 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടും ഒരു 4 ഏലക്ക 4 ഗ്രാമ്പൂ എടുത്തിട്ടുണ്ട്. കുറച്ച് നട്ട്സ്, കാഷ്യൂ നട്ട്സും കിസ്മിസുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബദാം വേണമെങ്കിൽ അത് ചേർക്കാം. ഇനിയും വേണ്ടത് ഷുഗർ 3/4 കപ്പ്, പാൽ ഒരു 1/3 കപ്പ്, ക്രീം ഒരു 1/4 കപ്പ്. അതിൻ്റെ കൂടെ 2-3 ടേബിൾ സ്പൂൺ ഗീയും വേണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കാം. ആദ്യം നട്ട്സ് ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. കാഷ്യൂ നട്ട്സ് ഇട്ടൊന്ന് ചെറുതായി കളർ മാറി വരുമ്പോൾ കിസ്മിസും കൂടെ ഇട്ട് വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇത് കോരി മാറ്റുന്നു. ഈ പാനിലേക്ക് ഇനി പപ്പയ ഗ്രേറ്റ് ചെയ്തതിട്ട് വഴറ്റാം. ചെറു തീയിലിട്ട് ഒരു 3 മിനിറ്റ് വഴറ്റിയെടുക്കാം. അതിനുശേഷം തേങ്ങ ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് 3 മിനിറ്റ് നേരം വഴറ്റാം. ഇനി ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് ഒരു 2 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം നേരത്തെ ക്രീം എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതൊന്ന് അടച്ചു വെച്ച് ചെറുതീയിൽ ഒരു 3-4 മിനിറ്റ് വേവിക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഏത് പ്ലേറ്റിലാണോ സെറ്റാക്കാൻ പോകുന്നത് അത് കുറച്ച് നെയ്യ് തടവി വെക്കാം. ഇതിപ്പോൾ ടൈം ആയിട്ടുണ്ട്. തുറന്നു നോക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ചേർത്ത് കൊടുക്കാം. ഉടനെ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഏലക്ക പൊടിച്ചതും ഗ്രാമ്പൂവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 പിഞ്ച് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കുന്നു. കുങ്കുമപ്പൂ നിർബന്ധമില്ല. ഞാൻ വേറെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല. ഈ കളർ മാത്രം മതിയാവും. 1 സ്പൂൺ നെയ്യും കൂടി ഇവിടെ ചേർക്കുന്നു. ഷുഗർ സിറപ്പിൽ ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി വരട്ടിയെടുക്കണം. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് പറ്റി കളർ ഒന്ന് ഡാർക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിളക്കാം. ലാസ്റ്റിൽ ഒരു 1/4 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുന്നു. കൂടെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൂട്ടി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഗ്രീസ് ചെയ്തെടുത്ത പാത്രത്തിൽ കുറച്ച് കോക്കനട്ട് വിതറി അതിന് മുകളിലേക്ക് ഈ പപ്പയ ഹൽവ ഇട്ട് സെറ്റ് ആക്കിയെടുക്കാം. മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. മുകളിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ വെച്ച് ഗാർണിഷ് ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ് മാറ്റി വെക്കാം.
അതിനുശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പപ്പയ വളരെ സുലഭമായി എല്ലായിടത്തും കിട്ടും അല്ലേ? അതേപോലെ തന്നെ തേങ്ങായും. അങ്ങനെ എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിന് വേണ്ടിയതുള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. അപാര ടേസ്റ്റാണ് ഇതിന്. നിങ്ങളുടെ കമൻറ്റ്സ് എഴുതി അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ. മറ്റൊരു നല്ല ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ട് ഉടനെ വരുന്നതാണ്. തീർച്ചയായും കാണണം. താങ്ക് യു.